നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും അല്ലേ, ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആരും അത് പുറത്ത് പറയില്ല എന്നേ ഉള്ളൂ. അറിയാമെന്നുള്ളവർ ചിലപ്പോൾ മൈന്യൂട്ടായുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ചിലർ റയറായിട്ടേ അത് പുറത്ത് പറയുള്ളൂ. പലരും പറയാൻ പഠിക്കുന്നത് ഒന്നുകിൽ അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും കോട്ടം വരും. ഫാമിലി മീൻസ് അവരുടെ മദർ ഫാദറിൻ്റെ ഫാമിലി, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വിചാരിച്ചിട്ടായിരിക്കും പുറത്ത് പറയാൻ മടിച്ചിങ്ങനെ ഉള്ളിൽ ഒതുക്കി ഒതുക്കി വെക്കുന്നത്. ഇപ്പോൾ ഉള്ള പെണ്ണുങ്ങളെല്ലാം മരിക്കുന്നത് അങ്ങനെയാണ്, മനസ്സിലായോ? കാരണം അതിൽ അവരെ കൊണ്ടെത്തിക്കും, ടോർച്ചർ ചെയ്ത് സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസിയിൽ അവർ കൊണ്ടിടും. ഇതിനൊക്കെ പിന്നിൽ ആ വീട്ടിലുള്ളവരും കാരണക്കാരാണ്. ആ വീട്ടിലുള്ള എല്ലാവരും കാരണക്കാർ തന്നെയാണ്. ആ പെണ്ണിൻ്റെ വിഷമങ്ങൾ അവളുടെ പാരൻസ്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്നിടത്താണെങ്കിൽ അവളുടെ വിഷമങ്ങൾ ആ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ടാവണം. പാരൻസ് എന്ത് ചെയ്യേണ്ടത്? എല്ലാ പാരൻസും ഒരു പെണ്ണ് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ വാ മോളെ എന്ന് കൈ നീട്ടി വിളിക്കുകയും ചെയ്യേണ്ടത്, അതിൽ അവിടെ സത്യങ്ങളുണ്ടെങ്കിൽ. പിന്നെ ഒരു പണിയും എടുക്കാണ്ട് അവിടെ ചെന്നിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഒരു പണിയും എടുക്കാത്ത പെൺപിള്ളേരുണ്ട്. അതൊന്നുമല്ല, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയാൽ അവിടെ പോയി പണി എടുക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കാൻ എല്ലാ അമ്മായിയമ്മ കൊണ്ട് തല വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പണികൾ എടുക്കുക, നിങ്ങൾ ജോലിക്ക് പോവുക, അതൊക്കെയാണ്. ഭർത്താവിനും പണിയെടുക്കാം, ഞാൻ പറയുന്നതല്ല. അല്ലാതെ പീഡിപ്പിക്കുന്ന ഒരുപാട് ഹസ്ബൻഡ് ഉണ്ട്, ടോർച്ചർ ചെയ്തൊക്കെ ജീവിക്കുന്ന ഒരുപാട് ഹസ്ബൻഡ് ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ കളിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ആ വീട്ടിലുള്ളവരും അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് റോൾ മോഡൽ ഒരുപാട് പേരുണ്ട്. അപ്പോഴാണ് അവിടെ മരണങ്ങൾ സംഭവിക്കുന്നത്. എല്ലാവരും കൂടെ ഒരുപോലെ ടോർച്ചർ ചെയ്യുമ്പോൾ മരിക്കണമെന്ന് തോന്നും, മനസ്സിലായോ? ഇനി എനിക്ക് വേറെ വഴിയില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൻ ഹാപ്പി ആയിക്കോട്ടെ. ആ മൊമെൻറ്റിൽ ചിന്തിക്കുന്നത് അതായിരിക്കണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവന് ഹാപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മരണത്തിലേക്ക് പോകുന്നത്. പക്ഷേങ്കിൽ ഒരു സെക്കൻഡിൽ മൈന്യൂട്ടായിട്ട് ചിന്തിച്ചാൽ മതി, അങ്ങനെ ഇവൻ ഹാപ്പിയായി ജീവിക്കേണ്ട, ഇവനുള്ള പണി കൊടുക്കണം, സമൂഹത്തിൻ്റെ മുന്നിൽ ഇവനെ വലിച്ചെറിയണം. നമ്മുടെ സമൂഹം ഉണ്ടല്ലോ, സമൂഹവും കൂടി ഇതിന് കാരണക്കാരാണ്. സമൂഹം പിന്നെ അവൾക്ക് എന്തിൻ്റെ കേടാ? ഇത്രയും വലിയ ഫാമിലിയിൽ നിന്ന് അവൾ പുറത്ത് ചാടണമെങ്കിൽ അവൾ അഹങ്കാരം, തൻ്റെ ഇടം ഇത്ര വലിയ, ചിലപ്പോൾ റിച്ച് ആയിരിക്കാം, കെട്ടിക്കൊണ്ടുവന്ന ഫാമിലി റിച്ച് ആയിരിക്കാം, ആയിക്കോട്ടെ, എന്ത് തേങ്ങയോ ആയിക്കോട്ടെ. ഈ പണമൊന്നും കൊണ്ട് തിന്നാനൊന്നും പോകുന്നില്ലല്ലോ, ആരും തിന്നാൻ പോകുന്നില്ല ഈ പണമൊന്നും കൊണ്ടിട്ട്. ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്നതൊന്നുമില്ലാണ്ട് പോകുമ്പോഴും ഒന്നുമില്ലാണ്ടാണ് പോവേണ്ടത്. പക്ഷേങ്കിൽ ഇതിനൊക്കെ നമ്മുടെ